ഇന്നലെ യുഎസ് വിപണികളെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.7%, S&P 500 0.84%, നാസ്ഡാക്ക് 0.91% മൈനസിലാണ് ക്ലോസ് ചെയ്തത്. യുദ്ധത്തിൽ US ഇടപെടുന്നു എന്ന തരത്തിലുള്ള ഒരു സൂചനയുണ്ട്. ഇസ്രായേൽ വീണ്ടും ബ്ലങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്കയോട് ചോദിച്ചിട്ടുണ്ട്. അമേരിക്ക കൂടുതൽ യുദ്ധസന്നാഹം പശ്ചിമേഷ്യൻ ഭാഗത്തേക്ക് വർദ്ധിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ വന്നുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റ് അല്പം സെല്ലിംഗ് പ്രഷറാണ് ഉണ്ട്. ഇതുകൂടാതെ തന്നെ ഇന്നലെ അമേരിക്കൻ റീറ്റെയിൽ സെയിൽസ് ഡേറ്റ വന്നു. റീറ്റെയിൽ സെയിൽസ് ഡേറ്റയും വളരെ മോശമായിട്ടാണ് വന്നത്. അപ്പോൾ വീണ്ടും യുദ്ധം എസ്കലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ന്യൂസ് ഉണ്ട്. ഖമനേയിയോടെ കീഴടങ്ങണം, അതാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴി. എല്ലാവിധ അണുവായുധ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ നിർമ്മാണവും നിർത്തിവെക്കണം, കർശനമായ രീതിയിൽ US ഭാഗത്തു നിന്ന് നിർദ്ദേശം പോകുന്നുണ്ട്. അപ്പോൾ US ഇടപെടുന്നു എന്ന തരത്തിലാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് മാർക്കറ്റിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് US ഫെഡിന്റെ മീറ്റിംഗ് ഉണ്ട്. റേറ്റ് കട്ട് ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം US വൈസ് പ്രസിഡന്റ് ഇതുപോലെ റേറ്റ് കട്ട് ചെയ്യണം എന്നുള്ള തരത്തിൽ ഫെഡിന് ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷെ അതിന് സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യൻ വിപണി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിപണികൾ കഴിഞ്ഞ ദിവസം മൈനസിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. യുദ്ധവിപണിയുടെ സമ്മർദ്ദം തന്നെയാണ്. ക്രൂഡ് ഓയിലിന്റെ വില ഏകദേശം $77 കടന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് ചെറിയൊരു സമ്മർദ്ദമാണ്. ഇനി നമ്മൾ FISന്റെ പാർട്ടിസിപ്പേഷൻ നോക്കിക്കഴിഞ്ഞാൽ FIS ബെയറിഷ് ആയിട്ടാണ് ഓപ്ഷൻസിൽ നിൽക്കുന്നത്. പ്രോ ട്രേഡേഴ്സും ബെയറിഷ് ആണ്. പ്രോ ട്രേഡേഴ്സ് ഓരോ ദിവസവും അവരുടെ പൊസിഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട്. ക്ലയന്റിനെ സംബന്ധിച്ച് ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫ്യൂച്ചേഴ്സിൽ FIS ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഓയിലിന്റെ വില 5 മാസത്തെ ഹൈയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. മറ്റൊന്ന്, സിമെന്റിന്റെ ഡിമാൻഡ് കുറയുന്നു എന്ന തരത്തിലുള്ള വാർത്തയുണ്ട്. അത് മൺസൂൺ നേരത്തെ വന്നതാണ് പ്രധാനപ്പെട്ട ഒരു റീസൺ പറയുന്നത്. അതുപോലെ ബ്ലോക്ക് ഡീലിന്റെ അളവ് കൂടിയിട്ടുണ്ട്. ഏതാണ്ട് $20 ബില്യൺ ബ്ലോക്ക് ഡീൽ ഈ 2025 പകുതി മാസങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത്. പൊതുവെ ഇന്നലെ IT സെക്ടർ മാത്രമാണ് പോസിറ്റീവില് ക്ലോസ് ചെയ്തത്. ബാക്കി എല്ലാ സെക്ടറുകളും മൈനസിലായിരുന്നു. NSE വീക്കിലി ഓപ്ഷൻസുകൾ ചൊവ്വാഴ്ചത്തേക്കും BSE വ്യാഴാഴ്ചത്തേക്കും അതിന് സെബി അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ തന്നെയാണ് പ്രധാനമായിട്ടും ട്രെൻഡ് തീരുമാനിക്കുന്നത്. 24,900 25,000 ലെവല് വീണ്ടും സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നുണ്ട്. 24,800 24,600 ലെവല് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് മാത്രം നിൽക്കുക. തീർച്ചയായിട്ടും പൊസിഷൻ കുറയ്ക്കുക, സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിങ്ങിന് ആശംസിക്കുന്നു. താങ്ക് യു.